ഇതാണ് സ്റ്റെയർ കേസ് വയറിങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട്. ഇത് നമ്മുടെ കയ്യിൽ രണ്ട് 2 വേ സ്വിച്ചുകളുണ്ട്. ഇതൊരു 2 വേ സ്വിച്ച്, 2 വേ സ്വിച്ച്. 2 വേ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 കാലുകളുണ്ടായിരിക്കും. ഒരെണ്ണം കോമൺ, പിന്നെ ഒരെണ്ണം സ്വിച്ചിൻ്റെ ഒരു പൊസിഷനിൽ ഇങ്ങോട്ട്, രണ്ടാമത്തെ പൊസിഷനിൽ ഇങ്ങോട്ടായിരിക്കും കണക്ഷൻ കൈമാറുക. അതേപോലത്തെ 2 സ്വിച്ച്. അപ്പോൾ ആ സ്വിച്ചുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു നീല വയർ എടുത്തിട്ട് ഈ വയർ നമ്മൾ ബ്ലൂ വയറായിട്ട് നമ്മൾ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ 2 പോയിൻ്റ് തമ്മിൽ നമ്മൾ ബ്ലൂ വയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലത്തെ വയർ താഴത്തേക്കുള്ള 2 കണക്ഷൻ യെല്ലോ വയറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫേസിലേക്ക് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ഒന്നാമത്തെ സ്വിച്ചിൻ്റെ, ഇതാണ് സ്വിച്ച് 1. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന സ്വിച്ച് 1 ഇതാണ്. ഒന്നാമത്തെ സ്വിച്ചിലേക്ക് കണ്ട ഒരു പ്ലഗ് ചെയ്യുന്ന ഒരു റെഡ് വയർ വന്നിട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ സ്വിച്ച്, റെഡ് വയർ. ഈ റെഡ് വയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സ്വിച്ചിൽ നിന്ന് പോകുന്നത് രണ്ടാമത്തെ സ്വിച്ചിൽ നിന്ന് ബൾബിലേക്ക് പോകുന്നത്, ഇത് ബൾബാണ്. ഇത് ബൾബിലേക്ക് പോകുന്നത് ഏത് വയറാണ്? ഒരു ചെറിയൊരു റെഡ് വയർ ഇട്ടിട്ട് ഞാൻ ബൾബിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതും റെഡ് വയർ ഇട്ടിട്ട് ബൾബിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ബൾബിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ്, ബൾബിന് 2 പോയിൻ്റ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ പോയിൻ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് പോയിരിക്കുന്നത്, ബ്ലാക്ക് പോയിട്ട് ന്യൂട്രലിലേക്ക് പോയിട്ടുണ്ട്. ബ്ലാക്കാണ്. സാധാരണ ന്യൂട്രലിനെല്ലാം ബ്ലാക്ക് ഉപയോഗിക്കാം, ഫേസിന് റെഡാണ് ഉപയോഗിക്കുക. ഇനി ഈ സ്വിച്ചിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ഇത് ഞാനിപ്പോൾ അവിടെ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പൊസിഷൻ 2 ഈ ആങ്കറിന് എഴുതിയാലുണ്ട്. ഈ ആങ്കറിന് എഴുതിയേക്കണം മുകളിലായി മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിങ്ങും ആങ്കറിന് എഴുതിയായിരുന്നു. അപ്പോൾ ഈ 2 സ്വിച്ചും ഓഫ് പൊസിഷനിലാണ്. 2 ഓഫ് പൊസിഷനിലായിരിക്കുമ്പോൾ 2ഉം ഈ കോണ്ടാക്റ്റുകളായിരിക്കും കണക്ഷനായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക? ഇതിൽ കൂടെ കറണ്ട് കിട്ടി ഇത് ഓണാവും. അടുത്ത കണ്ടീഷനിൽ അടുത്ത 2ഉം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാലും ഈ ലൈറ്റ് കത്തും. ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ടു, ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാലും ഈ കണക്ഷൻ വിട്ടുപോയിട്ട്, ഈ 2 കണക്ഷൻ വിട്ടുപോയിട്ട് ഇത് 2 തമ്മിൽ കണക്ഷനായിട്ട് ഈ വഴിക്ക് കത്തും. പക്ഷേ ഏതെങ്കിലും ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ മാറിയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് പോകില്ല. ഇത് താഴത്തോടെയാണെങ്കിൽ ഇവിടെ വന്നിട്ടോടെ സ്റ്റോപ്പ് പോകും. ഇത് ഇപ്പുറത്തേക്ക് കിടക്കില്ല. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണം ഡിഫറൻറ്റ് പൊസിഷനിലാണെങ്കിൽ ലൈറ്റ് കത്തില്ല. 2ഉം സെയിം പൊസിഷനിലാണെങ്കിൽ മാത്രമാണ് ലൈറ്റ് കത്തുന്നത്. കണ്ടോ? ഒരെണ്ണം ഡിഫറൻറ്റ് പൊസിഷനിൽ ലൈറ്റ് കത്തില്ല. ഇതാണ് സ്റ്റെയർ കേസ് കയറി. അപ്പോൾ താഴെ നിന്ന് ഒരാൾ കയറി പോകുന്നു സ്റ്റെയർ കേസിലേക്ക്. അപ്പോൾ ലൈറ്റ് ഓഫാണെന്ന് കരുതുക. അപ്പോൾ താഴെ നിന്ന് കയറി പോകുന്ന ആൾ ലൈറ്റ് ഇട്ടു. മുകളിലെത്തി കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുക. മുകളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുമ്പോൾ മുകളിൽ നിന്ന് ലൈറ്റ് ഓൺ ആക്കുന്നു, താഴെ എത്തുമ്പോൾ ഓഫാക്കുന്നു. ഇതാണ് സ്റ്റെയർ കേസ് വയറിങ്ങിൻ്റെ. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇതിലും ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ബോർഡ് എടുത്തിട്ട് ബോർഡിലേക്ക് ഈ സാധനങ്ങൾ കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അടുത്തതായിട്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ ഇതേ കളർ കോഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ കളർ കോഡ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഇങ്ങനെ മാറും. അതുകൊണ്ട് ഇതേപോലെ ഇതൊരു സ്വിച്ചാണ്, ഇത് വേറൊരു സ്വിച്ചാണ്. സ്വിച്ച് 1 സ്വിച്ച് 2 ഇതാണ്. ഇത് രണ്ടുമാണ് സ്വിച്ച് 1 സ്വിച്ച് 2. ഇത് ന്യൂട്രൽ മുകളിൽ വരയ്ക്കാൻ കാരണം നമ്മൾ വയർ ചെയ്യുമ്പോൾ ന്യൂട്രൽ മുകളിൽ കൂടെ കൊണ്ടുപോകുന്നത്. അത് കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബൾബ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. നമ്മുടെ ബൾബ് കണക്ട് ചെയ്യാൻ പോകുന്നത് മുകളിൽ. നമ്മുടെ സാധാരണ വീടുകളിലെ പോലെ തന്നെ മുകളിലാണ് നമ്മൾ ബൾബ് കണക്ട് ചെയ്യുക. സ്വിച്ച് താഴെയാണുള്ളതായിരിക്കുക. അപ്പോൾ അതേ കൺസെപ്റ്റിലാണ് ഇവിടെ ചെയ്യുക. ഇതിൻ്റെ മുകളിലാണ് ബൾബ് കണക്ട് ചെയ്യുന്നത്. താഴെ ഇവിടെയും ഈ 2 സ്ഥലത്താണ് സ്വിച്ചുകൾ കണക്ട് ചെയ്യുന്നത്. ഈ 2 സ്ഥലങ്ങളിലാണ് സ്വിച്ചുകൾ കണക്ട് ചെയ്യുന്നത്. ഇതേ കളർ കോഡിലാണ് ഞാനിപ്പോൾ ഈ വയർ ചെയ്യാൻ പോകുന്നത്. ഈ 2 യെല്ലോ എടുത്തിട്ട് സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തും ബ്ലൂ എടുത്തിട്ട് സ്വിച്ചിൻ്റെ അടിഭാഗത്തും കൊടുക്കും. ഈ ഫസ്റ്റത്തെ റെഡ് വന്നിട്ട് ഇതിലേക്ക് കൊടുക്കും. പ്ലഗിലേക്ക് കൊടുത്തിട്ട് സ്വിച്ചിൻ്റെ ഒരു എൻഡിലേക്കാണ് കൊടുക്കുന്നത്. ഒരു എൻഡിലേക്ക് കൊടുക്കും. സ്വിച്ചിൻ്റെ രണ്ടാമത്തെ എൻഡിൽ നിന്ന് എടുത്തിട്ട് നേരെ ബൾബിൻ്റെ മുകളിലേക്കാണ് ചെല്ലുക. അപ്പോൾ കണക്ഷനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഞാൻ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ന്യൂട്രൽ, ഈ വയർ എടുത്തിട്ട് ബൾബിൻ്റെ മുകളിലേക്കാണ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് വയർ എടുത്തിട്ട് നേരെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ അകത്തോടെ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോടെ എടുത്തിട്ട് ബൾബിലേക്ക് കണക്ഷൻ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ വയർ എടുത്തിട്ട് ഇതിനകത്തോടെ പോയിട്ട് ബൾബിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെയുള്ള കണക്ഷൻ കഴിഞ്ഞു. ഇനി ബൾബിൻ്റെ രണ്ടാമത്തെ എൻഡ് എടുത്തിട്ട് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ ഒരു എൻഡിലേക്ക് പോകണ്ടേ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഫേസ് കൊണ്ടുവരാം. ഫേസ് എടുത്തിട്ട് ഒരു ഫ്യൂസ് വേണം. ഫ്യൂസിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ നിന്നുള്ള എടുക്കാം. ഫേസ് എടുത്തിട്ട് ഒരു ഒന്നാമത്തെ സ്വിച്ചിലേക്ക്, ഇവിടെ ഞാൻ ഒന്നാമത്തെ സ്വിച്ച് വയ്ക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സ്വിച്ച് വയ്ക്കാനായിട്ട് ഇവിടെ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഫേസ് എടുത്തിട്ട്, ഇപ്പോൾ ഈ റെഡ് കളർ വയറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ റെഡ് കളർ വയർ എടുത്തിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കും.
അപ്പോൾ അതിന് വേണ്ടി ഇതിനകത്തോടെ എടുക്കണം. ഈ പൈപ്പിൻ്റെ അകത്തോടെ എടുത്തിട്ട് വേണം ഫസ്റ്റ് അത് സ്ഥലത്തേക്ക് വേണം കൊണ്ടുവരാനായിട്ട്. ഫേസ് വരാനായിട്ട് ഈ സൈഡിലേക്ക്, നമ്മൾ സ്വിച്ച് ഇരിക്കുന്ന സൈഡിലേക്കാണ് ഫേസ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് വയ്ക്കാം. ഓക്കെ, ഫേസ് എടുത്തിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫേസായി, ഇത് ന്യൂട്രലിൻ്റെ സൈഡ് മുകളിൽ നിന്നായി. ഇനി വേണ്ടത്, ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോണത് ഈ കണക്ഷൻ കൊടുത്തു കഴിയും. ഈ 2 കണക്ഷൻ കൊടുത്തു കഴിഞ്ഞില്ലേ, ഫേസിൻ്റെ ഫ്യൂസിൻ്റെ കാര്യം പിന്നെ കൊടുക്കാം. ഇനി ഈ സ്വിച്ചിന് 3 കണക്ഷൻസ് ഉണ്ട്. ഇവിടെയുണ്ട്. ഈ മുകളിലത്തെ കളർ ഞാൻ ഇപ്പോൾ ഒരു ബ്ലൂ കളർ കൊടുക്കാൻ പോകുന്നത്. ബ്ലൂ എടുത്തിട്ട് അടുത്ത സ്വിച്ചിൻ്റെ രണ്ടാമതൊരു സ്വിച്ച് എടുക്കും, ഇപ്പുറത്ത് വയ്ക്കും. അതിൻ്റെ മുകളിലേക്കാണ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ബ്ലൂവിൻ്റെ കണക്ഷൻ എടുത്തിട്ട് ഈ പൈപ്പിൽ കൂടെ കയറി ഇപ്പുറത്ത് കൂടെ വന്ന് ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഡയറക്ഷൻ നോക്കണം. ഇതിൻ്റെ ഈ പേര് എഴുതിയിരിക്കുന്ന സ്ഥലമാണ് മോൾ ഭാഗം സ്വിച്ചിൻ്റെ. അത് ആ സൈഡ് തന്നെ കറക്റ്റ് വയ്ക്കണം, 2 സ്വിച്ചിൻ്റെയും. അല്ലെങ്കിൽ കണക്ഷൻസ് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല, ഓണും ഓഫും മനസ്സിലാവാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ തന്നെ കൊടുത്തു. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് നേരത്തെ കൊടുത്തതിൻ്റെ കളർ അനുസരിച്ചിട്ട് ഈ ഭാഗം യെല്ലോ ഉള്ള കൊടുത്തത്. അപ്പോൾ ഈ യെല്ലോ നമ്മളങ്ങനെ കണക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ അടിഭാഗത്തെ കണക്ഷനും ഇതിൻ്റെ അടിഭാഗത്തെ കണക്ഷൻ നമ്മൾ യെല്ലോ വയറിട്ട് ചെയ്യുന്നു. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ കളറ് മാറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കളറ് ഫേസിനും ന്യൂട്രലിനും മാത്രമേ കളർ കോഡിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി ഇതിന് എല്ലാം റെഡ് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ യെല്ലോ വയർ ഇതിൽ കൂടെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഇതിൽ കൂടെ പോയി ഇതിങ്ങോട്ട് വന്നു, ഇതിലേക്ക് വന്നു, ഈ അടിഭാഗത്തേക്ക് കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. നേരത്തെ ബ്ലൂവും കൊടുത്തു, നേരത്തെ ബ്ലൂ മുകളിലേക്ക് കൊടുത്തിരുന്നു, അതുപോലെ യെല്ലോയും കണക്ഷൻ കൊടുത്തിരുന്നു. ഇനി വേണ്ടതൊരു റെഡ് വയർ എടുത്തിട്ട് ബൾബിൻ്റെ അടുത്തയിലേക്ക് കണക്ഷൻ കൊടുക്കണ്ടേ. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് വന്നിട്ടൊരു എടുത്തിട്ട് ബൾബിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാനൊരു റെഡ് വയർ എടുക്കുന്നു. റെഡ് വയർ എടുത്തിട്ട് ഇതിലൂടെ റൂട്ട് ചെയ്ത് ഈ ബൾബിൻ്റെ മുകളിലേക്ക് കൊണ്ടെത്തിക്കും. അത്രയാണ് വയറിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റെഡ് വയർ ഇതിൽ കൂടി കണക്ഷൻ കൊടുത്തു. അതായത് ഈ റെഡ് വയർ സെൻറ്ററിൽ നിന്ന് വരുന്ന വയർ എടുത്തിട്ട് ബൾബിൻ്റെ ഇതിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി ബൾബ് കണക്ഷൻ കൊടുത്തിട്ട് ഓണാക്കി നോക്കാം. ശരിക്കും അവിടെ ഒരു ഫ്യൂസ് വേണം. ബാക്കി ഇതെല്ലാം സാഡിൽസൊക്കെ വെച്ച് ക്ലിപ്പ് ചെയ്യാൻ ഇവിടെ ക്ലാമ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതെല്ലാം അങ്ങനെ സേഫ്റ്റിയിലാണ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വയറിങ്ങെന്ന് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊന്നും ഓണാക്കി കഴിഞ്ഞാലൊന്നും ഇതിൽ തൊടരുത്. തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അപ്പോൾ അത് ഇതിലുള്ള എക്സ്ട്രാ വയർ ഇതിലേക്ക് വേണമെങ്കിൽ മുകളിലേക്ക് വലിച്ചു വയ്ക്കും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ബൾബ് ഇട്ടിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. ഓക്കെ, അതിലേക്ക് ബൾബ് കണക്ട് ചെയ്തു. ഇനി ഞാൻ ഇതിനെ പ്ലഗിലേക്ക് കൊടുക്കണം. ഈ റെഡ് വയറിനെ എടുത്തിട്ട് ഞാൻ ഫേസ് വരുന്ന സൈഡ്, ഇതാണല്ലോ ഫേസ് വരുന്ന സൈഡ്, ഇത് ന്യൂട്രലാണ്. ന്യൂട്രലിനെ എടുത്തിട്ട് ഇതിലേക്കും കൊടുക്കണം, രണ്ടാമത്തെ സൈഡിലേക്കും കൊടുക്കണം. ഓക്കെ, അവിടെ തന്നെ പ്ലഗ് ഓൺ ചെയ്തിട്ട് ഇവിടെ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ടും ഓഫ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ സ്വിച്ചും ഓഫ് പൊസിഷനിലാണ്, ഈ സ്വിച്ചും ഓഫ് പൊസിഷനിലാണ്. ഇനി ഒരു സ്വിച്ച് മുകളിൽ നിന്ന് വരുന്ന ഒരാൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ചെയ്യാം, താഴെ എത്തിക്കഴിയുമ്പോൾ ഓൺ ചെയ്യാം. ഇനി താഴെ നിന്ന് വരുന്ന ആൾക്കും അതുപോലെ തന്നെ താഴെ നിന്ന് വരുന്ന ആൾക്കൊന്ന് ഓൺ ചെയ്ത് പോവാം, മുകളിലെത്തി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൽ ഈ ബ്ലൂ മുകളിലുള്ള കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ക്രോസും കൊടുക്കാം, മുകളിൽ നിന്ന് വേണമെങ്കിൽ താഴെയും കൊടുക്കാം, യെല്ലോ ഇരിക്കുന്ന സ്ഥലത്തും യെല്ലോ ഇരിക്കുന്നത് വേണമെങ്കിൽ ബ്ലൂവിൻ്റെ സ്ഥലത്തും കൊടുക്കാം. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ കണ്ടീഷൻ മാത്രം മാറും. ഇത് രണ്ടും ഓഫ് കണ്ടീഷൻ ആയാലും രണ്ടും ഓൺ കണ്ടീഷൻ ആയാലും ഓൺ ആയിരിക്കും. ഡിഫറൻസ് ഉള്ള കണ്ടീഷനിൽ മാത്രമായിരിക്കും ഓഫ് ഉണ്ടായിരിക്കുക. ഇതാണ് സ്റ്റെയർ കേസ് വയറിങ്. ഇനി ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാം സ്ക്രൂ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ഞാൻ ചെയ്തിട്ടില്ല, സമയം കൂടുതലെടുക്കും അത് കാരണം കൊണ്ട്.